നമ്മൾ ഈ അടുത്ത് പെറ്റ് ഷോപ്പിൽ നിന്ന് അസോള വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഈ പ്ലാറ്റി ടാങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ടെറസിൻ്റെ മുകളിലിരിക്കുന്ന കൂലിലോച്ചിൻ്റെ ടബ്ബുകളിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമ്മൾ ചെയ്ത ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിൻ്റെ താഴെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലാറ്റി ടാങ്കിലേക്ക് നമ്മൾ ഇട്ട അസോള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ ഭാഗത്തെല്ലാം അത് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ന്യൂട്രിയൻസ് ഒക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നല്ല ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു കൂലി ലോച്ചുകൾ കിടക്കുന്ന ടബിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിനകത്ത് ന്യൂട്രിയൻസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഫുൾ വാട്ടർ ചേഞ്ച് നമ്മൾ കൊടുത്തു. കാരണം ഇതിനകത്ത് ഗ്രേ ഷെയ്ഡിൽ മുകളിൽ പാട പോലെ ഫംഗസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ക്ലീനിങ് ചെയ്തു. അപ്പോൾ ന്യൂട്രിയൻസ് തീരെ ഇല്ലാത്തൊരു അവസ്ഥ, അതുപോലെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് എല്ലാം മിസ്സിംഗ് ആയി. നൈട്രേറ്റ്സ് ഒക്കെ ഫോമായി വരാനായിട്ട് ഡിലേ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇനി അതിൻ്റെ കുറവാണോ എന്നറിയില്ല.